CVT എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എജുബ്ലിക്സ് അവതരിപ്പിക്കുന്നു എ സീരീസ് ഓഫ് PYQs. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ CVT എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ്. അനലോഗസ് സ്ട്രക്ചറുകൾ ഏത് പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ടാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അനലോഗസ് സ്ട്രക്ചർ നമുക്ക് അറിയണം. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ കൺവേർജന്റ് എവല്യൂഷൻ, രണ്ടാമത്തേത് ഡൈവേർജന്റ് എവല്യൂഷൻ, മൂന്നാമത്തേത് പാരലൽ എവല്യൂഷൻ, 4 റിട്രോഗ്രസീവ് എവല്യൂഷൻ. ഇതിൽ 3-4 ഓപ്ഷൻസ് നമ്മൾ NCERT കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. ഇതിൽ കൺവേർജന്റ് എവല്യൂഷൻ ആണോ ഡൈവേർജന്റ് എവല്യൂഷൻ ആണോ നമ്മൾ ആലോചിച്ചാൽ മതി. ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം അനലോഗ് സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. അത് അനലോഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് സ്പീസീസുകളിൽ ഡിഫറൻറ്റ് അനാറ്റമിക്കൽ സ്ട്രക്ചറുകൾ സിമിലർ ഫംഗ്ഷൻ ചെയ്യുന്നതിനെയാണ് അനലോഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അഥവാ ഒരു ഡിഫറൻറ്റ് ഓർഗാനിസംസ് ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ എത്തുമ്പോൾ ആ എൻവയോൺമെന്റിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള അനാറ്റമിക്കൽ സ്ട്രക്ചറുകളിൽ ബോഡി പാർട്ടുകളിൽ എന്ത് ചെയ്യും, ഒരു എവല്യൂഷൻ സംഭവിക്കും. ആ എവല്യൂഷൻ വഴി ആ ബോഡി പാർട്ടുകൾ സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രൂപപ്പെടും. ആ എവല്യൂഷനെയാണ് കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതുവഴി ഉണ്ടാകുന്ന ബോഡി പാർട്ടുകളെ അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം എന്താണ്? അനലോഗസ് സ്ട്രക്ചർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വിങ്സ് ഓഫ് ഇൻസെക്ട്, അതുപോലെ തന്നെ വിങ്സ് ഓഫ് ബേർഡ്സ്. NCERT വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ എന്നാണ്. അപ്പോൾ അഥവാ സെയിം ആയിട്ടുള്ള സ്ട്രക്ചർ ആണോ? അല്ല. പക്ഷേ അവരെന്താണ് സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്, ഫ്ലൈയിങ് എന്നുള്ള ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യാണ്, അനാറ്റമിക്കലി അവർ ഡിഫറൻ്റ് ആണ്. അവരെ സമയത്തോളം അവർക്ക് ഈ സ്പീഷീസുകൾക്ക് എന്തില്ല, കോമൺ ആയിട്ടുള്ള ആൻസസ്റ്റേഴ്സ് ഇല്ല. അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള എവല്യൂഷണറി പാത്വേയിലൂടെയാണ് വന്നിട്ടുള്ളത്. അൺറിലേറ്റഡ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് ഡൈവേർജന്റ് എവല്യൂഷൻ എന്നുള്ളത്. ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അഥവാ ഈ ഒരേപോലുള്ള കോമൺ ആൻസസ്റ്റേഴ്സ് ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ, അതായത് എൻവയോൺമെന്റൽ പ്രഷറുകളിൽ എത്തിയ സമയത്ത് ആ എൻവയോൺമെന്റിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിലുള്ള അനാറ്റമിക്കൽ സ്ട്രക്ചറുകളിൽ അഥവാ സിമിലർ ആയിട്ടുള്ള അനാറ്റമിക്കൽ സ്ട്രക്ചർ ആയിരുന്നു. അതിൽ ഒരു ഡയറക്ഷണൽ ആയിട്ട് അതിലൊരു എവല്യൂഷൻ സംഭവിച്ചു. ആ എവല്യൂഷൻ വഴി ഈ ബോഡി സ്ട്രക്ചറുകൾ, ഓരോ ബോഡി സ്ട്രക്ചറുകളും ഡിഫറെന്റ് സ്പീഷീസുകളിൽ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൽ രൂപപ്പെട്ടു വന്നു. ആ ഒരു ഡിഫറെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാന്, അതുപോലെ തന്നെ ചീത്ത, വെയിൽ, ബാറ്റ് പോലുള്ളവയിൽ അവരുടെ 4 ലിംസിൽ വന്നിട്ടുള്ള എവല്യൂഷൻ അതൊരു ഡൈവേർജന്റ് എവല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. അവർ ഡിഫറെന്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ എത്തിയ സമയത്ത് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ 4 ലിംസിനെ ഉപയോഗപ്പെടുത്തി അതിൽ നടന്ന എവല്യൂഷൻ വഴി അവർക്ക് ഓരോ ആളുകളുടെയും ഈ ഒരു 4 ലിംസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. വെയിൽസിലാണെങ്കിൽ ഈ ഒരു 4 ലിംസ് ഉപയോഗിച്ച് അവർ എന്തിനാണ് ഉപയോഗിച്ചത്? സ്വിമ്മിങ്ങിനാണ് ഉപയോഗിച്ചതെങ്കിൽ, ചീത്തയിലാണെങ്കിൽ അവർ റണ്ണിങ്ങിനും അതുപോലെ തന്നെ വാക്കിങ്ങിനൊക്കെയാണ് ഉപയോഗിച്ചത്. എന്നാൽ മാൻ ആണ്, ഹ്യൂമൻസ് അവൻ്റെതായിട്ടുള്ള സാധാരണ ചെയ്യാനുള്ള ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും, ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ എഴുതാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും, ഹ്യൂമൻ അവൻ്റെ 4 ലിംസ് ഉപയോഗിക്കുന്നു. എന്നാൽ അവരുടെ അനാറ്റമിക്കൽ സ്ട്രക്ചർ സിമിലർ ആണ്. അവരുടെ 4 ലിംസിന്റെ ബാറ്റിന്റെ ആണെങ്കിൽ ബാറ്റ് ഫ്ലൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ സ്ട്രക്ചറുകളെയാണ് എന്ത് പറയുന്നത്, ഹോമലോഗസ് സ്ട്രക്ചറുകൾ പറയുന്നത്. ഈ സ്ട്രക്ചർ രൂപപ്പെടുന്നത് ഡൈവേർജന്റ് എവല്യൂഷൻ വഴിയാണ്. ഇവർക്കൊക്കെ കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ട്, അവർ റിലേറ്റഡ് ഓർഗാനിസംസ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അഫക്ട് ഹാർഡി-വൈൻബെർഗ് ഇക്വിലിബ്രിയം. ഹാർഡി-വൈൻബെർഗ് ഇക്വിലിബ്രിയത്തെ ഏതൊക്കെയാണ് അഫക്ട് ചെയ്യാത്തതെന്നാണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആണ്. നാച്ചുറൽ സെലക്ഷൻ, ജെനറ്റിക് ഡ്രിഫ്റ്റ്, ജീൻ മൈഗ്രേഷൻ. ഇതിൽ നമ്മളെ സമയത്തോളം ഹാർഡി-വൈൻബെർഗ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അഥവാ ഒരു സിംഗിൾ പോപ്പുലേഷൻ അവർ ജനറേഷൻ ടു ജനറേഷനിലേക്ക് മാറുമ്പോൾ അവരുടെ അലീൽ ഫ്രീക്വൻസിയിൽ ഒരു മാറ്റവും സംഭവിക്കില്ല, അലീൽ ഫ്രീക്വൻസി ഫിക്സ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഹാർഡി-വൈൻബെർഗ് ഇക്വിലിബ്രിയം പറയുന്നത്. NCERT കൊടുത്തിട്ടുള്ളത് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, അതുപോലെ തന്നെ ജെനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജെനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഹാർഡി-വൈൻബെർഗ് ഇക്വിലിബ്രിയത്തെ അഫക്ട് ചെയ്യുന്നത്. അഥവാ അവരുടെ അലീൽ ഫ്രീക്വൻസിയിൽ ഒരു മാറ്റം സംഭവിക്കും. എങ്ങനെ? ഇതൊക്കെ അവരുടെ എവല്യൂഷണറി ഇൻഫ്ലുവൻസസ് ആണ്. അവരുടെ അലീൽ ഫ്രീക്വൻസിയിൽ ഒരു സിംഗിൾ പോപ്പുലേഷന്റെ അലീൽ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്താനുള്ള സാഹചര്യം ഉണ്ടാവും. ഈ പ്രോസസ്സുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ അലീൽ ഫ്രീക്വൻസിയിൽ മാറ്റം സംഭവിക്കും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ അലീൽ ഫ്രീക്വൻസി ഫിക്സഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്താണ്? നാച്ചുറൽ സെലക്ഷൻ നമ്മൾ ആ പറയപ്പെട്ടതിലുള്ളതാണ്. എന്നാൽ ജീൻ പൂൾ നമ്മുടെ ഈ പറയപ്പെട്ടതിൽ ഇല്ല. ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോപ്പുലേഷന്റെ ടോട്ടൽ അലീൽ ഫ്രീക്വൻസിയാണ് എന്ത് പറയുന്നത്, ജീൻ പൂൾ എന്ന് പറയുന്നത്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഹാർഡി-വൈൻബെർഗ് ഇക്വിലിബ്രിയത്തെ എഫക്ട് ചെയ്യൂല. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? 3rd ഓപ്ഷൻ, ജീൻ പൂൾ. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രൈമേറ്റ്സ് വാസ് മോർ ലൈക്ക് ആൻ എയ്പ്പ്. എയ്പ്പിനെ പോലെ ഇരിക്കുന്ന പ്രൈമേറ്റ് ഏതാണെന്നുള്ളതാണ്. ഇതൊക്കെ എവല്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ ഹോമോ ഇറക്ടസ്, ഡ്രയോപിത്തക്കസ്, ഓസ്ട്രലോപിഥീസിൻസ്, രാമാപിത്തക്കസ്. അതിൽ
ഉത്തരം ഡ്രയോപിത്തസെൻസ് ആണ്. അത് ടെക്സ്റ്റിൽ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈമേറ്റുകളിൽ ഡ്രയോപിത്തക്കസ് മോർ ലൈക്ക് എയ്പ്പ് പോലെയാണ് എന്നുള്ളതാണ്. റാമാപിത്തക്കസ് മോർ ഹ്യൂമൻ ലൈക്ക് എന്നാണ് NCERT ഉള്ളത്. പക്ഷേ ഇപ്പോൾ പുതുതായി വന്ന സ്റ്റഡികളിലൊക്കെ പറയുന്നത് അത് അഥവാ അവര് ഹ്യൂമന്റെ ആൻസസ്റ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ പറയുന്നത് അത് ആ പുതിയ സ്റ്റഡികളിൽ അങ്ങനെയൊന്നുമല്ല, അവര് ഒറാങ്ങൂട്ടാങ്ങനുമായിട്ടാണ് കൂടുതൽ സാദൃശ്യം എന്നാണ് പറയുന്നത്. അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ റിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരം ഇവിടെ എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ ഡ്രയോപിത്തക്കസ്. ഓക്കെ, എന്നാല് ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻസ് അത് കൂടുതൽ ഹ്യൂമണുമായിട്ടാണ് റിലേഷൻ ഉള്ളത്. അതും കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമ്മളെ സമയത്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. ന്യൂക്ലിയോസോം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് മോളിക്യൂൾസ് ഓഫ് ഹിസ്റ്റോൺ. എത്ര മോളിക്യൂൾ ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആണ് ന്യൂക്ലിയോസോമിലുള്ളതാണ്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് DNA പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. DNA പാക്കേജിങ്ങിൽ DNA പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് DNA റാപ്പ് അറൗണ്ട് എ സ്ട്രക്ചർ കോൾഡ് ഹിസ്റ്റോൺ മോളിക്യൂൾ. ആ ഹിസ്റ്റോൺ മോളിക്യൂൾ എങ്ങനെയാണ്? ഹിസ്റ്റോൺ ഒക്ടോമർ ആയിട്ടാണ് ഉള്ളത്. അതിൽ ഏതൊക്കെയുണ്ട്? H2A, H2B, H4, H3 അങ്ങനെയുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ രണ്ടെണ്ണം. അഥവാ ഇപ്പോൾ ഇത് H2A ആണെങ്കിൽ ഇതും H2A, ഇത് H3 ആണെങ്കിൽ ഇതും H3, ഇത് H4 ആണെങ്കിൽ ഇതും H4, ഇത് H2B ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് H2B. അപ്പോൾ ഈ രീതിയിൽ 8 എണ്ണാണ് എന്തുള്ളത്? 8 ഹിസ്റ്റോൺസ് ഏതിലുണ്ട്? ഹിസ്റ്റോൺമലുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയോസോമിലുണ്ട്. അതുപോലെ തന്നെ ഒരു ലിങ്കർ മോളിക്യൂൾ ഉണ്ട്. ലിങ്കർ മോളിക്യൂൾ H1 ഹിസ്റ്റോൺ, അതും ഒരു ലിങ്കർ മോളിക്യൂളും ഒരു ഹിസ്റ്റോൺ ആണ്. അപ്പോൾ ടോട്ടൽ 9 ഹിസ്റ്റോൺസ് ആണ് എവിടെ ഉള്ളത്? ഈ ന്യൂക്ലിയോസോമിലുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ ഇറ്റ് ഈസ് 9. Now we are discussing fifth question, which is select the observations down from Human Genome Project which are correct. അഥവാ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഒബ്സർവേഷനിൽ നിന്ന് ഒരു 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഏതാണ്? ദ ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻ 3164.7 മില്യൺ ബേസ് പെയർസ്. അഥവാ ഹ്യൂമൻ ജീനോമിൽ 3164.7 മില്യൺ ബേസ് പെയർസ് ഉണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? സെക്കൻഡ് പോയിന്റ് എന്താണ്? ദ ആവറേജ് ജീൻ കൺസിസ്റ്റ് ഓഫ് 3000 ബേസസ്, 3000 ബേസസ് ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തേത് ടോട്ടൽ ജീൻ ഈസ് എസ്റ്റിമേറ്റഡ് 30,000. അതുപോലെ തന്നെ നാലാമത്തേത് ഫങ്ഷൻസ് ആർ അൺനോൺ ഫോർ over 50% of discovered genes. The fifth point is less than 2% of gene code for proteins. ഇതിൽ കൃത്യമായിട്ട് അത് ചോദിച്ചിട്ടുള്ളത് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റ് തന്നെ നമ്മളെ പോയിന്റും കറക്റ്റാണ്. ആദ്യത്തെ പോയിന്റ് 3164.7 മില്യൺ ബേസ് പെയർസ് ആണ് ഹ്യൂമൻ ജീനോമിലുള്ളതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആവറേജ് ജീൻ എത്രയാണുള്ളത്? 3000 ബേസസ് ആണുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരും. അതുപോലെ തന്നെ മൂന്നാമത്തേത് ടോട്ടൽ നമ്പർ ഓഫ് ജീൻ ഈസ് എസ്റ്റിമേറ്റഡ് 30,000. ടോട്ടൽ ജീന് 30,000 ആണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അതും മൂന്നാമത്തെ പോയിന്റ് അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഫങ്ഷൻസ് ആർ അൺനോൺ ഫോർ 50% ഓഫ് ദ ഡിസ്കവേർഡ് ജീൻ, അതും അതുപോലെ തന്നെ ഉണ്ട്, കറക്റ്റ് ആണ്. ലെസ് ദാൻ 2% ഓഫ് ദി ജീൻ കോഡ് ഫോർ പ്രോട്ടീൻ, അതും കറക്റ്റ് ആണ്. ലെസ് ദാൻ 2% ഓഫ് ജീൻ കോഡ് ഫോർ പ്രോട്ടീൻ, അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാണ്? നമ്മൾ ഉത്തരം ഫോർത്ത് ഓപ്ഷൻ. Now we are going to sixth question. Sixth questionൽ 2 ടേബിൾ ആണുള്ളത്. 2 ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ആൻറ്റീറ്റർ, ബോബ് ക്യാറ്റ്, ലിമർ, ഫ്ലൈയിങ് സ്ക്വിറൽ. ഒരു ടേബിളിൻ്റെ ഒരു ഭാഗത്ത് ലിസ്റ്റ് 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ആയിട്ട് സ്പോട്ടഡ് കസ്കസ്, അതുപോലെ തന്നെ നമ്പട്ട്, ഫ്ലൈയിങ് ഫാലഞ്ചർ, ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ്. ഇങ്ങനെ 4 പോയിന്റുകൾ, 4 ടേംസ് അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് പ്ലാസന്റൽ മാമൽസിൻ്റെയും ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസിൻ്റെയും കൺവേർജന്റ് എവല്യൂഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ആ കൺവേർജന്റ് എവല്യൂഷൻ ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻറ്റീറ്ററുമായിട്ട്
കൺവേർജന്റ് എവല്യൂഷനിൽ വന്നിട്ടുള്ള പയർ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആൻഡിറ്ററുമായിട്ട് ഞാൻ അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ NCERT നിന്ന് എടുത്താണ്. NCERT നമ്മൾ ഈ ഒരു പിക്ചർ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സാം ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആൻഡിറ്റർ ഏതാണ്? ആൻഡിറ്ററിന്റെ പെയർ ആരാണ്? നുംബട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? എൻ്റെ പെയറാണ് നുംബട്ടാണ്. 2 A2 ആണ്. A2 ഉള്ളത് 2 ഓപ്ഷൻസ് ആണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസ് മാത്രമേ ഇനി നോക്കിയാൽ മതി. അതിൽ രണ്ടാമത് ബോബ് ക്യാറ്റ്. ബോബ് ക്യാറ്റിന്റെ പെയർ ആരാ? ബോബ് ക്യാറ്റിന്റെ പെയർ ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ് ആണ്. ബോബ് ക്യാറ്റിന്റെ പേര് ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ് ആണ്. അപ്പോൾ ബി ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്ത്? ബിയുടെ പേര് ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ്. ബി 4 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം എന്താണ്? 1. നമ്മൾ ഓപ്ഷൻ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ നൗ വി ആർ ഗോയിങ് ടു 7th ക്വസ്റ്റ്യൻ. വി ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണുള്ളത്. അപ്പോൾ അതിൽ 5 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ പെർഫോറേഷൻസ് ആൻഡ് ഡെത്ത് മേ ഒക്കർ ഇൻ സിവിയർ കേസസ് ഓഫ് ടൈഫോയിഡ് ഇൻഫെക്ഷൻ. ടൈഫോയിഡ് ഇൻഫെക്ഷൻ്റെ സിവിയർ കേസുകളിൽ എന്തുണ്ടാവും? ഡെത്തും അതുപോലെ ഇൻഡസ്ട്രിയൽ പെർഫോറേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് കറക്റ്റാണ്. NCERT അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. നെക്സ്റ്റ് എന്താണ്? ബീത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ റീനോ വൈറസ്. അതും കറക്റ്റാണ്. നമ്മുടെ സാധാരണ പനി ഉണ്ടാക്കുന്നതാണ് റീനോ വൈറസ് ആണ്. റീനോ വൈറസ് അത് കറക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ മൂന്നാമത്തേത്, lips and fingernails may turn grey to bluish color in severe cases of pneumonia. ന്യൂമോണിയയുടെ സിവിയർ കേസുകളിൽ നമ്മുടെ ചുണ്ടുകളും അതുപോലെ തന്നെ നെയിൽസും ഫിംഗറിൻ്റെ നെയിൽസുകളും അത് ഗ്രേയിൽ നിന്ന് ഒരു ബ്ലൂയിഷ് കളറിലേക്ക് രൂപമാറ്റം സംഭവിക്കും എന്നുള്ളത് അതും കറക്റ്റാണ്. NCERT അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ്. ഇനി ഡീത്ത് പോയിന്റ് എന്താണ്? ന്യൂമോണിയ ഈസ് കോൾസ്ഡ് ബൈ സാൽമണല്ല. സാൽമണല്ല ന്യൂമോണിയ ഉണ്ടാക്കൂല. ന്യൂമോണിയ സാൽമണല്ല ഒരിക്കലും ന്യൂമോണിയ ഉണ്ടാക്കൂല. അതുകൊണ്ട് തന്നെ ഡി ഇൻകറക്റ്റ് ആണ്. ടൈഫോയിഡ് ഫീവർ കുഡ് ബി കൺഫേംഡ് ബൈ വൈഡ ടെസ്റ്റ്. അതും കറക്റ്റ് പോയിന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അത് NCERT ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഉത്തരം ഏതാണ്? തേർഡ് ഓപ്ഷൻ. എയ്ത്ത് ക്വസ്റ്റ്യനിൽ ഒരു ടേബിൾ ആണുള്ളത്. അതിൽ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള ബാരിയേഴ്സ് ആണ്. നമ്മളെ ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ 4 ബാരിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാരിയർ എന്താണ്? സൈറ്റോകൈൻ ബാരിയർ. അതുപോലെ തന്നെ ലിസ്റ്റ് 2ലുള്ളത് എക്സാമ്പിൾസ് ആണ് ഈ ബാരിയറുകളുടെ. അപ്പോൾ ഈ സൈറ്റോകൈൻ ബാരിയർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഇന്റർഫ്രോൺ. ആ ഇന്റർഫ്രോൺസ് മറ്റു സെല്ലുകളെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയും. അതിനെയാണ് ഇന്റർഫ്രോൺ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എയുടെ പെയർ ആരാണ്? 4th ലിസ്റ്റ് 2ൽ നിന്നും 4th പോയിന്റ് ആയിട്ടുള്ള ഇന്റർഫ്രോൺ. അപ്പോൾ ഫസ്റ്റും 4th മാത്രമാണ് A4ലേക്ക് മാച്ച് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏത് നോക്കിയാൽ മതി? ഫസ്റ്റും 4th ഓപ്ഷനിൽ നിന്ന് മാത്രം നോക്കിയാൽ മതി. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ബി എന്താണ്? ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള സ്കിൻ ഒരു ഫിസിക്കൽ ബാരിയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മ്യൂക്കസ് കോട്ടിങ് എപ്പിത്തീലിയൽ ലൈനിങ്ങുകൾ ഉണ്ടാവും. ഇൻഡസ്ട്രൈൻ്റെ എപ്പിത്തീലിയൽ ലൈനിങ്ങിലൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റുകളുടെ ഒക്കെ എപ്പിത്തീലിയൽ ലൈനുകളിൽ മ്യൂക്കസ് കോട്ടിങ് ഉണ്ടാവും. ഈ മ്യൂക്കസ് കോട്ടിംഗ് ഒക്കെ ഒരു ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. അപ്പോൾ ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് കോട്ടിംഗ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. ബിയുടെ പെയർ ആരാണ്? 1 ആണ്. അപ്പോൾ ഓപ്ഷൻ നമ്മൾ ഉത്തരം നമുക്കിപ്പോൾ കിട്ടി എന്താണ്? 4th ഓപ്ഷനാണ് ആൻസർ. ഇനി നമുക്ക് അതിൽ സെല്ലുലാർ ബാരിയർ എന്താണ്, ഫിസിയോളജിക്കൽ ബാരിയർ എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. സെല്ലുലാർ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്തിൽ നൽകുന്ന പ്രൊട്ടക്ഷനാണ് സെല്ലുലാർ ബാരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇപ്പോൾ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ടിയർ,
അഥവാ ലൈസോസൈം എന്നുള്ള എൻസൈം അതിൽ നിന്ന് വരുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തെ നമ്മളെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്റ്റൊമക്കിലുള്ള HCl ആസിഡ് അതും നമ്മുടെ ശരീരത്തിനെ ഈ പത്തോജനുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള ബാരിയേഴ്സ് ആണ് ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. നമ്മൾ ഉത്തരം എന്താണ്? 4th ഓപ്ഷൻ. ഇനി നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, സ്മാക്ക് ഈസ് കെമിക്കലി, ദ ആൻസർ ഈസ് ബെൻസോഡയസപൈൻ. ഉത്തരം എന്താണ്? 3rd ഓപ്ഷൻ ആണ്. ഇനി നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ആന്റിബോഡീസ് ആർ സെക്രീറ്റഡ് ബൈ. 4 ഓപ്ഷൻസ് ഉണ്ട്. ടി സെല്ല്, ബി സെല്ല്, ആൽഫ സെല്ല്, ബീറ്റ സെല്ല്. ഇത് നമ്മുടെ അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളെ ശരീരത്തിൽ പ്രൈമറി റെസ്പോൺസ് അതുപോലെ തന്നെ സെക്കൻഡറി റെസ്പോൺസ് ഒക്കെ മീഡിയേറ്റ് ചെയ്യുന്നത്, അതിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ബി ആൻഡ് ടി ലിംഫോസൈറ്റുകളാണ്. അവരിൽ ബി ലിംഫോസൈറ്റ് ആണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബി സെൽസ് ആണ്. എന്നാൽ ടി സെല്ല് സ്വന്തം നിലയ്ക്ക് ടി സെല്ല് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യില്ലെങ്കിൽ പോലും അത് ബി സെല്ലിനെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 2nd ഓപ്ഷൻ ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ഒരു ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറാണ്. NCERTയിൽ നിന്ന് നേരിട്ട് ഞാൻ എടുത്ത പിക്ചറാണ്, NCERTയിലുള്ള പിക്ചറാണ്. അതിൽ ആ ഒരു പിക്ചറും കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് ഒരു ഹെവി ചെയിനും 2 ഹെവി ചെയിനും അതുപോലെ തന്നെ 2 ലൈറ്റ് ചെയിനും കാണാൻ പറ്റും. ഈ കാണുന്ന 2 ഹെവി ചെയിനുകളാണ്, ഇത് 2 ലൈറ്റ് ചെയിനുകളാണ്.